തൃശൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂറ്റൻ മണൽ ചിത്രം ഒരുങ്ങുന്നു. വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിൽ ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ് മണൽ ചിത്രത്തിന്റെ നിർമ്മാണ ചടങ്ങിന് ഭദ്രദീപം കൊളുത്തി. ചിത്രകാരനായ ബാബു എടക്കുന്നിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ മണൽ ചിത്രം തയ്യാറാക്കുന്നത്. ജനുവരി 3-ാം തീയതി തൃശൂരിൽ നടക്കുന്ന മഹിളാ സംഗമത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നതിന് മുന്നോടിയായാണ് മണൽ ചിത്രം ഒരുങ്ങുന്നത്. രാവിലെ 11 മണിയോടെ മണൽ ചിത്രത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ് നിർവഹിച്ചു. സവിശേഷമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിനു കൂടി ഇന്ന് ആരംഭം കുറിക്കുന്നത് 51 അടി വലിപ്പത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു മണൽ ചിത്രം ഇന്നിവിടെ തയ്യാറാവുകയാണ്. അതിൻ്റെ ഒരു ഉദ്ഘാടനമാണ് ഈ സന്ദർഭത്തിൽ നടക്കുന്നത്. ചിത്രം വരയ്ക്കുന്ന ശ്രീ ബാബു ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ലോകാത്ഭുതമായി മാറാൻ വേണ്ടി പോകുന്ന ഒരു വലിയ സംരംഭത്തിനാണ് തൃശ്ശൂർ ശക്തൻ്റെ മണ്ണിൽ ഇന്ന് ആരംഭം കുറിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ 51 ഗ്രാമങ്ങളിൽ നിന്നെടുത്തിട്ടുള്ള മണലാണ് ഇതിനു വേണ്ടി അദ്ദേഹം ഉപയോഗിക്കുന്നത്. തുടർന്ന് ബി.ജെ.പി. സംസ്ഥാന സമിതി അംഗം നുസ്രത്ത് മണൽ ചിത്രം വരയ്ക്ക് തുടക്കം കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നാട്ടിൽ നിന്നുൾപ്പെടെ 51 ഗ്രാമങ്ങളിൽ നിന്ന് ശേഖരിച്ച മണ്ണുകൊണ്ടാണ് ചിത്രം തയ്യാറാക്കുക. 10 ദിവസം കൊണ്ട് മണൽ ചിത്രം തയ്യാറാവുമെന്ന് ചിത്രകാരനായ ബാബു എടക്കുന്നി പറഞ്ഞു. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ആ മണ്ണിടുന്ന ഉണക്കനുസരിച്ച് നമ്മൾ ഫിനിഷ് ചെയ്ത് കൊണ്ടുവരും. മുഖത്തിൻ്റെ വർക്കാണ് ഇതിൽ കൂടുതൽ വരുന്നത്. മറ്റൊക്കെ ഡ്രസ്സാണല്ലോ, അത് പ്ലെയിനാണ്. അപ്പോൾ ഈ 10 ദിവസം കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്കുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മണൽ ചിത്രമാണ് വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിൽ ഒരുങ്ങുന്നത്. പ്രധാനമന്ത്രിയുടെ സന്ദർശന വേളയിൽ അദ്ദേഹത്തെ കൊണ്ട് തന്നെ ചിത്രം പ്രദർശിപ്പിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ബാബു എടക്കുന്നിയെ സഹായിക്കാനായി മറ്റ് ചിത്രകലാകാരന്മാരും ഒപ്പമുണ്ട്. മണൽ ചിത്രത്തിന്റെ ഉദ്ഘാടനം ചടങ്ങിൽ ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ അനീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. വനിതാ സംവരണ ബിൽ പാസാക്കിയ ശേഷം 3-ാം തീയതി തൃശൂരിൽ എത്തുന്ന പ്രധാനമന്ത്രിക്ക് അനുമോദനം അർപ്പിച്ച് 2 ലക്ഷം സ്ത്രീകളാണ് മഹിളാ സംഗമത്തിൽ അണിനിരക്കുക. സമ്മേളനത്തോടനുബന്ധിച്ച് സ്വരാജ് റൗണ്ടിൽ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയും നടക്കും. ജനം, തൃശൂർ.